എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ടോണി വിളിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായി ഷെറിൻ. ഇനിയും വിളിക്കും എന്ന് കരുതി ഇങ്ങനെ ഫോണിലേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ്. അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൻസി ആൽബിച്ചിനോട് പറയുന്നുണ്ട് ടോണി വിളിച്ചതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ് അവളെന്ന്. ഏതായാലും രണ്ടുപേരൂടെ ഷെറിൻ്റെ അടുത്തോട്ട് വരുന്നു. എന്നിട്ട് ഷെറിനോട് സംസാരിക്കും. ടോണി വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് എന്താ സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചു, അതുപോലെ ഇങ്ങോട്ട് വരണം, എനിക്ക് കാണാൻ കൊതിയാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം നിന്നോട് എന്താ ചോദിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ഷെറിൻ പറയുന്നുണ്ട് എന്നോട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു, ഞാനും ചോദിച്ചു, പിന്നെ ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാണാൻ കൊതിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ എന്നെ കളഞ്ഞിട്ട് പോയതാണെന്ന്, ആ കാര്യം ഞാൻ ചോദിച്ചു, എന്നെ കളഞ്ഞിട്ട് പോയതാണോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറയും. അന്നേരം എന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് അങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുവാണേ. അന്നേരം ഷെറിൻ പറയുന്നുണ്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല, പിന്നെ ഞാൻ കുറേ സംസാരിച്ചു കേട്ടോ, അതൊന്നും ആൻസി ചേച്ചി കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പയ്യാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അതേതായാലും നന്നായി, അല്ലെങ്കിൽ ഇവളെ ഈ കാര്യങ്ങളെല്ലാം പോയി അച്ചാച്ചനോടൊക്കെ പോയി പറഞ്ഞേനെ എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പയ്യെ സംസാരിച്ചത് എന്ന് പറയും. അത് കഴിഞ്ഞ് അവർ പോകാൻ വേണ്ടി എഴുന്നേറ്റിട്ട് ആ ഫോൺ എടുക്കുമ്പം ഷെറിൻ പറയും ഫോൺ എടുത്തുകൊണ്ട് പോകല്ലേ ഇച്ചായ, എനിക്ക് ടോണി ചായ വിളിക്കുമ്പം ഫോൺ എടുക്കണം, സംസാരിക്കണം, അതുകൊണ്ട് ഫോൺ കൊണ്ടുപോകരുത് എന്ന് പറയും. അന്നേരം ആൽബിച്ചൻ പറയുന്നുണ്ട് അതെ നിന്നെ ടോണി വിളിക്കുവാണെങ്കിൽ ഞാൻ ഈ ഫോൺ കൊണ്ടുതരാം, അതുവരെ ഇതൊന്ന് ചാർജ് ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ നീ ഫോൺ വിളിക്കുമ്പോൾ അത് കട്ടായി പോകും, ഞാൻ ചാർജ് ചെയ്തിട്ടേക്കാം, മോളിപ്പോൾ കിടക്കുക എന്ന് പറഞ്ഞ് കിടത്തിയിട്ട് രണ്ടുപേരൂടെ പുതപ്പൊക്കെ ഒന്ന് പുതപ്പിച്ചിട്ടാണ് ഇറങ്ങി പോരുന്നത്. അന്നേരം പോകാൻ തുടങ്ങുമ്പം ആൽബിച്ചൻ്റെ കൈ പിടിക്കും. എന്നിട്ട് പറയുന്നുണ്ട് ആൽബിച്ച എല്ലാ പ്രാവശ്യവും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കരുത് കേട്ടോ, ഉറങ്ങി പോകരുത് കേട്ടോ, എൻ്റെ ഈ ഫോൺ കൊണ്ട് തന്നെ ടോണിച്ചാൻ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളതാ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ടോണി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ കൊണ്ട് തന്നേക്കാം കേട്ടോ എന്ന് പറയും. എന്നിട്ടാണ് ഇറങ്ങി പോകുന്നത്. പുറത്തിറങ്ങി നിന്നതിന് ശേഷം വാതിലൊക്കെ അടച്ചവർ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ആൻസി പറയുന്നുണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ്, അതുകൊണ്ട് ഇന്ന് ഭക്ഷണവും മരുന്നും ഒന്നും ഒരു വഴക്കില്ലാണ്ട് കഴിച്ചു എന്ന്. അന്നേരം ആൽബിച്ചൻ എന്തിനാ പോലും ടോണി ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വിളിച്ചത്, അവൻ്റെ മനസ്സിൽ എന്താ പോലും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ആൻസി പറയുന്നുണ്ട് അതറിയണമെങ്കിൽ ആ ടോണി അങ്ങ് വിളിക്കണം, അന്നേരം മനസ്സിലാവുമല്ലോ എന്ന്. അന്നേരം പിന്നെ അവനെ വിളിക്കാനോ, അവനെ ഇനി ഞാൻ വിളിക്കണമെങ്കിൽ ഞാൻ രണ്ടാമതൊന്ന് ജനിക്കണം, അവളെ ഇവിടെ കൊണ്ടുവിടാൻ വന്ന സമയത്ത് അവൻ എന്നെ ഷോ ആയിരുന്നു, അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്നാൽ നിങ്ങൾ വിളിക്കണ്ട, ഞാൻ പോയി കിടക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ആൻസി അങ്ങ് പോകാൻ തുടങ്ങുവാണ്. എന്നിട്ട് ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചിട്ട് പോരേന്നും പറയുന്നു. ഏതായാലും ആൻസി പോയതിന് ശേഷം ഒന്നുകൂടെ റൂമിൻ്റെ വാതിലൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ആൽബിച്ചൻ. എന്തെടുക്കുവാണ് ഷെറിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു, എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും വാതിൽ ചാരിയിട്ട് ആൽബിച്ചൻ പോരുവാണ്. പിന്നെ കാണിക്കുന്നത് കൈതയ്ക്കലാണ്. വൈകിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുവാണ്. 3 പെൺകുട്ടികളും കൂടി, ബബിതയും കൃഷ്ണമോളും അതുപോലെ രഞ്ജുവും അലീനയും ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ടുവച്ചതിന് ശേഷം അലീന ചോദിക്കും ഇനി എല്ലാവരെയും വിളിക്കാൻ പോകണമല്ലോ, ആരെയൊക്കെയാണ് പോയി വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പം രഞ്ജു പറയും ഞാൻ അച്ഛനും അമ്മയും പോയി വിളിക്കാമെന്ന്. ബബിത പറയും ഞാൻ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന്. കൃഷ്ണമോള് പറയും ഞാൻ ബാക്കി 2 പൊക്കിക്കൊണ്ട് വരാമെന്ന്. എന്നാൽ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അലീന എല്ലാം വിളമ്പാനുള്ളതൊക്കെ സെറ്റാക്കി വെക്കുവാണ്. ആദ്യമേ അങ്ങോട്ട് വരുന്നത് കമലയും ശിവനുമാണ്. അന്നേരം കറികളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണുമ്പം ഇന്ന് നല്ല കളറായിട്ടുണ്ടല്ലോ, ഇനി കൈ കഴുകി അങ്ങ് കഴിച്ചാൽ മതിയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇത്രമാത്രം പറയാൻ എന്താ ഇരിക്കുന്നത്, എന്ന് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി തരുന്നതെന്ന് കമല ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നോ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് ശിവൻ പറയുന്നു. അത് കഴിഞ്ഞ് ശിവനും കമലയുടെ കൈ കഴുകാനങ്ങ് പോവാണ്. ഈ സമയം ഹരിയല്ല നമ്മുടെ മനുവും രോഹിത്തൂടെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നതിന് ശേഷം വൈജയെ വിളിച്ചില്ലേ എന്ന് ചോദിക്കും കമല. അന്നേരം അമ്മയെ വിളിക്കാൻ വേണ്ടി ബബുദേച്ചി പോയിട്ടുണ്ട് എന്ന് പറയുവാണ്. അതുപോലെ മനുവും ഇറങ്ങി വന്നതിന് ശേഷം ഇത് കൊള്ളാലോ, നല്ല ജോറായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പം ശിവൻ ചോദിക്കുന്നുണ്ട് എടി പിള്ളേരെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പം അഭിനന്ദിച്ചില്ലെങ്കിലും കുറ്റപ്പെടുത്താതിരുന്നൂടെ എന്ന് ചോദിക്കും. അന്നേരം അയ്യോ ഞാൻ വായും മൂട്ടി മിണ്ടാതിരിക്കാവേ എന്ന് പറയുമ്പോൾ രഞ്ജു പറയും ഒന്ന് മിണ്ടാതിരിക്കാവോ രണ്ടുപേരും കൂടിയെന്ന്. എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന് കഴിയുമ്പം രോഹിത്ത് പറയുന്നുണ്ട് അമ്മയെ വിളിക്കാൻ പോയത് ബബിതയല്ലേ, അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ വരുള്ളൂ, അതുകൊണ്ട് ഒരു പ്ലേറ്റ് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഏതായാലും പറഞ്ഞ പോലെ ഒന്നും അല്ല, ബബിത പോയി വൈജയന്തി വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുമ്പം അവിടെ അലീന നിൽക്കുന്ന കാണുന്നുണ്ടല്ലോ, അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക്. പിന്നെ സ്വന്തം വീട്ടിലെ പോലെ ഇവിടെ ഭരിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കഴുകാൻ വാഷിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴും ഇത്തിരി ദേഷ്യത്തിലാണ് വൈജയന്തി.
ഏതായാലും ബബിത അടുത്തോട്ട് വരുമ്പം കൃഷ്ണ ചോദിക്കുന്നുണ്ട് അലമ്പായിരുന്നു എന്ന്. അന്നേരം ചെറുതായിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ പിടിച്ച് വലിച്ചുകൊണ്ട് വരുമായിരുന്നു എന്ന് പറയും. ഏതായാലും വൈജയന്തി വരുന്ന കാണുമ്പോഴേക്കും അലീനെ അങ്ങ് മാറി നിൽക്കും കേട്ടോ. അലീനെ കാണുന്നതാണല്ലോ ഏറ്റവും വലിയ ദേഷ്യം. അത് കഴിഞ്ഞ് എല്ലാവരോടും ഫുഡ് വിളമ്പാൻ തുടങ്ങുവാണ്. അന്നേരം ബബിത ചോദിക്കും അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്ന്. അന്നേരം വായി വെച്ച് കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും താ എന്ന് പറയുമ്പം കുറ്റം പറയരുതല്ലോ വൈജയ്, എല്ലാം കഴിക്കാൻ നല്ല സൂപ്പർ സാധനങ്ങളാണ് എന്ന് പറയുന്നു. അതുകൂടാതെ ശിവൻ അതിൻ്റെ കൂടെ പറയുവാണ് വൈജയ് നിൻ്റെ മക്കൾക്കെല്ലാം നല്ല ഒന്നാം തരം കൈപ്പുണ്യം ആകട്ടോ എന്ന്. അന്നേരം എൻ്റെ മക്കൾക്കോ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുവാണ്. ഈ സമയം കൊണ്ട് അലീന അങ്ങ് ഇല്ലാണ്ടായി. അലീന ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു. കൃഷ്ണമോൾ അലീനയുടെ മുഖത്ത് നോക്കുന്നു. അതുപോലെ മനു ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണേ. എന്നിട്ട് പെട്ടെന്ന് ശിവൻ അതങ്ങ് മാറ്റും. ഞാൻ നിൻ്റെ മക്കൾ എന്ന് ഉദ്ദേശിച്ചത് ബബിതയും കൃഷ്ണമോളെയാണ് എന്ന് പറയും. അന്നേരം ആട്ടോ അലീനെ ഒന്ന് ശ്വാസം നേരാവണം ഒന്ന് വിടുന്നത്. അന്നേരം പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി ശിവൻ രോഹിത്തിനോട് ചോദിക്കുവാണ് നിൻ്റെ ഡിസ്മിസ്സിൽ റദ്ദാക്കി സസ്പെൻഷൻ ആക്കിയല്ലേ എന്ന്. അന്നേരം രോഹിത്ത് അങ്ങനെ ഒരു നല്ല കാര്യം കൂടി നടന്നു എന്ന് പറയുമ്പം ശിവൻ ചോദിക്കും ആരാ റെക്കമെൻഡ് ചെയ്തത്, അച്ഛനെ കൊണ്ട് ആരാ ഇത് സമ്മതിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വേറെ ആര് റെക്കമെൻഡ് ചെയ്യാൻ, നമ്മുടെ അലീന ചേച്ചി തന്നെ. അലീന ചേച്ചി അച്ഛനെ വറചട്ടിയിൽ നിന്നും തീയിലേക്ക് ഇട്ട് അങ്ങ് സെറ്റാക്കി എടുത്തെന്നാണ് രോഹിയേട്ടൻ പറഞ്ഞത് എന്ന് പറയുവാണേ. അന്നേരം ശിവൻ ചോദിക്കും വൈജയ് നിനക്ക് സന്തോഷമായില്ലേ നിൻ്റെ മകൻ്റെ കാര്യം ഓർത്തിട്ട് എന്ന് ചോദിക്കുക. അന്നേരം വൈജ സന്തോഷമായി, പിന്നെ കണ്ടവന്മാരുടെയും വാക്ക് കേട്ട് ഇനി തുള്ളിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ്റെ ജീവിതം കൊണ്ട് അവൻ പഠിച്ചു കാണും എന്നിങ്ങനെ പറയുമ്പം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കമലയ്ക്ക്. കമല ചോദിക്കും അതെന്താ വൈജി നീ അങ്ങനെ പറഞ്ഞത്, എൻ്റെ ഹരിമോനെ ഉദ്ദേശിച്ചാണോ നീ അതങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഇവിടെ നിൽക്കുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വൈജി പറയും. അന്നേരം മനു അത് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊണ്ടത് എന്ന് പറയും. അന്നേരം വൈജി പിന്നെയും പറയുവാണ് ഞാൻ ഹരിയെ അല്ല ഉദ്ദേശിച്ചത് എന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതും കൂടി അവൻ്റെ തലയെ കൊണ്ടിട്ടിട്ട് വേറെ പലരെയും പ്രീതിപ്പെടുത്താൻ ഇവിടെ പലർക്കും ആഗ്രഹം കാണും, അത് എൻ്റെ തലയിൽ വെക്കണ്ട എന്ന് വൈജി പറയും. അന്നേരം മനു ചോദിക്കും അങ്ങനെ ഒരു ആഗ്രഹം ആർക്കാ, നിനക്കാണോടോ രോഹിത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കമലയ്ക്ക്. കമല ചാടി അങ്ങ് ഇരുന്നേക്കും. അന്നേരം എന്താ കമല നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാൻ, ഇവിടെ ഇരിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ജയിലിലോട്ട് പോയതാണ് എൻ്റെ ഹരിമോനും, എന്നിട്ട് ബാക്കി എല്ലാവരും ഇറങ്ങി, അവൻ മാത്രം ജയിലിൽ കിടക്കുക. ഇവിടെ ഓരോരുത്തർക്കും ഭയങ്കര ആഘോഷമല്ലേ, ഒരു കുഴപ്പമില്ല, സുഖവാസം ആഘോഷം ഒക്കെ ആയിട്ട് ഇങ്ങ് നടക്കുവാണ്. എൻ്റെ മകൻ്റെ കാര്യം എനിക്കറിയാലോ, അതെങ്ങനെയാണ് അവൻ്റെ അച്ഛനും ചേട്ടനും ഒന്നും കഴിവില്ലാണ്ടായിപ്പോയി, അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് തുള്ളിച്ചാടി റൂമിലോട്ട് കയറി പോകും. പോയി കഴിയുമ്പം എല്ലാവരും ഒന്നിങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. അന്നേരം ശിവൻ പറയുന്നുണ്ട് ഇതൊന്നും കേട്ട് നിങ്ങളാരും വിഷമിക്കുകയൊന്നും വേണ്ട, ഇപ്പോഴാണ് ഈ വീടിന് ഒരു ഉണർവുണ്ടായത്, ഇത്രയും ദിവസം ഒരു അനക്കമില്ലാതെ ഇരിക്കുമായിരുന്നു, നിങ്ങളെല്ലാവരും വന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പം ഒരു രസമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഇത് കേട്ടതായിട്ട് നടിക്കണ്ട എന്ന് പറയും. രോഹി വിഷമിച്ചിരിക്കുന്നത് കാണുമ്പം രോഹിത്തിനോട് മനു പറയുന്നുണ്ട് എടാ അത് നീ നിൻ്റെ ഈ ചെവിക്കട കേട്ട് അപ്പുറത്തോടെ കളഞ്ഞാൽ മതി, നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്നും പറയുന്നു. എന്നിട്ട് വൈജയുടെ മുഖത്തേക്ക് നോക്കും ശിവൻ. എന്നിട്ട് പറയുവാണ് അവൾ എഴുന്നേറ്റ് പോയതുപോലെ എഴുന്നേറ്റ് പോകാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ പട്ടിണി കിടക്കും കേട്ടോ എന്ന്. ഏതായാലും ഒന്നും മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈജയന്തിയും. എന്നിട്ട് വൈജയന്തി ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഈ അലീനയാണല്ലോ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. മനുവിനും അതുപോലെ രോഹിത്തിനും ഒക്കെ വിളമ്പി കൊടുക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവിടെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാഹചര്യമില്ല, അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ശിവൻ രാത്രി റൂമിലോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളാൻ റെഡിയായിട്ട് നിൽക്കുവാണ് കമല. കയറി ചെല്ലുമ്പം ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല. ഇതെന്താ ബെഡ്ഷീറ്റ് വിരിക്കാത്ത, കിടക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ കിടക്കാൻ ഇത് ശരിക്കും സത്രം പോലെ ആയില്ലേ, ഒരുത്തി വന്ന് കയറി രഞ്ജുവിൻ്റെ റൂം അങ്ങ് കയ്യേറി, അത് കഴിഞ്ഞപ്പം വെട്ടുകിളികളെ പോലെ 4 എണ്ണം ഇങ്ങോട്ട് വന്നു. ഇതിപ്പം എന്താ ഒരു നാടോടികളിലെ വീട് പോലെയാണ്, ഒരു സാധനം ഒരിടത്ത് വെച്ച കാണിയല്ല, എല്ലാണും കയറി ഇറങ്ങി അങ്ങ് നടക്കുവാണ്. ഈ വീടിനൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പം ശിവൻ ചോദിക്കും ഇതൊക്കെ ഒരു രസമല്ലേ കമലേ, ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചാൽ പോരെ, എന്ത് സാധനമാണെങ്കിലും ഈ വീട്ടിൽ തന്നെ കാണിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കമല പറയുന്നുണ്ട് ഞാനൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന്. അന്നേരം നീ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, 2-3 ദിവസം കഴിയുമ്പോൾ അവരങ്ങ് പൊയ്ക്കോളും എന്ന് പറയും. അന്നേരം 2-3 ദിവസം കഴിയുമ്പോൾ പോകുമെന്ന് എന്താ ശിവേട്ടൻ ഉറപ്പ്, ഒരുത്തി ഇവിടുന്ന് ഇറങ്ങിയല്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. മക്കളാണെങ്കിൽ അമ്മയും കൊണ്ടേ പോകുള്ളൂ എന്നും പറയുന്നു. പിന്നെ എന്ത് നടക്കും എന്നാണ് ശിവേട്ടൻ പറയുന്നത്
എന്ന് ചോദിക്കും. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ, അവർ പൊയ്ക്കോളും എന്ന്. അന്നേരം കമല പറയുവാണ് അവരുടെ ഡ്രസ്സും ബാഗും എല്ലാം അവരിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ, പിന്നെ എന്താ ചെയ്യുന്നത്, എനിക്കിതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അതുങ്ങളെ നാളെ തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്തേക്കണമെന്ന് പറയുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട് അത് ആലോചിക്കാം, നീ ആ കേസ് വിട് എന്ന് പറയുവാണ്. അന്നേരവും കമലയുടെ ദേഷ്യം മാറിയിട്ടില്ല. കമല പറയുവാണ് ആ കുട്ടികൾ ഇങ്ങോട്ട് വന്നത് അവരുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് എന്ന് വെക്കാം, മറ്റവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, അവരിങ്ങോട്ട് വന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് വീട് നോക്കേണ്ടതല്ലേ അലീന, അതുകൂടാതെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുവേണ്ടിയാണല്ലോ ലോകത്തെങ്ങും ഇല്ലാത്ത ശമ്പളവും പദവിയും കൊടുത്ത് അവളെ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്, പിന്നെ എന്തിനാ അവൾ ഇങ്ങോട്ട് കെട്ടിക്കയറി വന്നത്, അവളുടെ മറ്റവൻ ഇരിപ്പുണ്ടോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുമ്പം എൻ്റെ കമലെ നീ ഒന്ന് സമാധാനപ്പെട്, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്ത് ആ കുട്ടികളും അലീനയും കൂടിയല്ലേ, നിനക്ക് എന്തെങ്കിലും അറിയേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം കമല പറയുവാണ് ഇതുങ്ങളെല്ലാം കൂടി ആര് നോക്കുന്ന ശിവേട്ടൻ പറയുന്നത്, ഇതുങ്ങളെല്ലാം തിന്നു മുടിച്ച് ഇവിടം നശിപ്പിക്കും എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട് നീ എന്നതാ കൈതക്കൽ വീടിനെ പറ്റി വിചാരിച്ചേക്കുന്നത്, അവർ 12 കാലം ഇരുന്നും കിടന്നും തിന്നിട്ടുണ്ടെങ്കിൽ ഈ തറവാട് അങ്ങനെ പാപ്പരാകാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് എന്നതാ ഉണ്ടാക്കിയിട്ടേക്കുന്നത്, കുറേ ഫൂസത്തല്ലേ ഉള്ളൂ, അതെടുത്ത് തിന്നാൻ പറ്റുമോ, നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ശിവൻ പറയുന്നുണ്ട് ഞാൻ ജോലിക്ക് പോയിക്കോളാം, നീ കേസ് നടത്തിക്കുമെന്ന്. അന്നേരം ഇതൊന്നും അല്ല ശിവേട്ട ഞാൻ പറഞ്ഞത്, ഇതുങ്ങളെല്ലാം ഇവിടുന്ന് ഇറക്കി വരണം, പിന്നെ അവളുണ്ടല്ലോ കുറച്ച് മുമ്പ് ഞാൻ ചെന്നപ്പം മനുവിൻ്റെ റൂമിൽ കയറി കൊഞ്ചി കൊഴിഞ്ഞിരിക്കുവാണ്, അതിൻ്റെ ആവശ്യം എന്താ, അവൾ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്, അവളുടെ അമ്മായിയും ഇവിടെ ഇരിപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അറമ്പറ്റി പോകും എന്ന് ശിവൻ പറയുവാണ്. അന്നേരം കമല പറയും പിന്നെ അറമ്പറ്റി പോകും, അവളോട് നേരിട്ട് പോയി ഞാൻ പറയും, വലതുകാല് വെച്ച് ഇങ്ങോട്ട് കയറാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവളുടെ ഇടത്തെ കാല് ഞാൻ വെട്ടും എന്ന് പറയുവാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട് നീ ആരാ, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക, നീ എന്നെ ഗുണ്ടാ തലവനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും കുറേ ഉറഞ്ഞു തുള്ളിയിട്ട് ഉടനെ ഇതിനൊരു പരിഹാരം കണ്ടേക്കണം എന്നും പറയുന്നു. നോക്കട്ടെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം, ഇപ്പം കിടക്കാൻ വേണ്ടി ആ ബെഡൊന്ന് വിരിക്കുക എന്ന് ശിവൻ പറയുന്നു. അത് കഴിഞ്ഞിങ്ങനെ തന്നെ പറയുക ഈശ്വര ഇതിപ്പേത് ഇടി വെട്ടി പേമാരി പെയ്യുന്നതായിരുന്നു എന്ന്. പിന്നെ കഴിയുന്ന പിറ്റേ ദിവസമാണ് രാവിലെ അലീന എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി മുത്തശ്ശിക്കുള്ളതാണെന്ന് തോന്നുന്നു ഫ്ലാസ്കിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നു. അന്നേരം മനു പുറത്ത് കമ്പനിയിലെ ഓഫീസറോടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് പുറത്ത് സൈറ്റിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അത് ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് മാറ്റി തന്നെ എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഓഫീസർ മേലധികാരി അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ചായ മേടിച്ച് കുടിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത് എന്ന്. അന്നേരം ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ കണ്ടു ഫ്രണ്ടിലോട്ട് പോരുന്നത്, പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് ഹോരം സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയും. അന്നേരം മനു അതിൻ്റെ കൂടെ ചോദിക്കുവാണ് ഈ ചായ കൊണ്ടുതരുന്ന പരിപാടി ഒന്ന് സ്ഥിരമാക്കിയാലോ എന്ന്. അന്നേരം ഞാനിനി ഇവിടെ വേലക്കാരിയായിട്ട് നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ വേലക്കാരിയായിട്ടല്ല അല്ലാതെ എന്ന് പറയുമ്പം ഒരു ചിരിയോടെ നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.